പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണയായി സംഭവിച്ചു വരുന്ന ഒരു വലിയ കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വിചാരപ്പെടുക എന്നുള്ളതാണ്. ആ കുഴപ്പം വെറുതെ വിചാരപ്പെടുക, അനാവശ്യമായ ആങ്സൈറ്റി, അത് ഈ സൊസൈറ്റിയെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ബാധിച്ചിരിക്കുകയാണ്. വിചാരപ്പെട്ട് ജീവിതത്തെ നരകതുല്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ അത്യന്തം വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്, വലിയ സമ്പന്നന്മാരായ ആളുകളുണ്ട്, ഒത്തിരി പാണ്ഡിത്യം നേടിയ ആളുകളുണ്ട്, സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്, സാധുക്കളായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ബാലന്മാരുണ്ട്, വൃദ്ധന്മാരുണ്ട്. സകല മനുഷ്യരെയും ഒരളവ് വരെ ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ വിചാരപ്പെടൽ, ആങ്സൈറ്റി. വെറുതെ ഇരുന്ന് വിചാരപ്പെടുക. ഈ വിചാരപ്പെടുന്ന മനുഷ്യർക്ക് സത്യത്തിൽ ദൈവത്തിൽ ഒരടിയുറച്ച വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തി വിചാരപ്പെടുവാൻ കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ മതിയായവനാണ്. ആ ഉറപ്പും ആ ധൈര്യവും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയിൽ വിചാരപ്പെടൽ എന്നൊരു കുഴപ്പം ഉണ്ടാകില്ല. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഒരിക്കലും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടി വരുന്നില്ല, വിചാരപ്പെടുന്നില്ല. ആ കുഞ്ഞിന് വേണ്ടി എല്ലാം ജാഗരിച്ച് ചെയ്യുന്ന അതിൻ്റെ അമ്മയുണ്ട്, അതിൻ്റെ അപ്പനുണ്ട് അതിൻ്റെ കൂടെ. അതുകൊണ്ട് ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അവൻ വിചാരപ്പെടുന്നില്ല, ആശങ്കപ്പെടുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. ആ കുഞ്ഞ് വളരുമ്പോൾ കഥയാകെ മാറും. വളരുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ വിചാരപ്പെടൽ കൂടിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും വളർന്ന് വലുതായി കഴിയുമ്പോൾ കൗമാരകാലത്തൊക്കെ എത്തുമ്പോഴേക്കും ഈ കുഞ്ഞിൻ്റെ വിചാരപ്പെടൽ ഉച്ചസ്ഥായിയിലെത്തും. അപ്പോൾ അതിൻ്റെ ആശ്രയത്വ ബോധം അതിന് നഷ്ടപ്പെടും. ആ കുഞ്ഞ് അപ്പോൾ മുതൽ ഒരു രോഗിയായി മാറുകയാണ്. വലിയൊരളവ് വരെ പല കുഞ്ഞുങ്ങൾക്കും വിചാരപ്പെടൽ സൃഷ്ടിച്ചു കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് ചില അമ്മമാർ ആ കാര്യത്തിൽ ബഹുമിടുക്കികളാണ്. കുഞ്ഞിനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ കുഞ്ഞ് വിചാരപ്പെട്ട് വിചാരസാഗരത്തിൽ മുങ്ങിപ്പോവുകയാണ്. ആ കുഞ്ഞിന് പിന്നെ ആങ്സൈറ്റി കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് പഠന കാര്യത്തിലുള്ള കോമ്പറ്റീഷൻ. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളല്ല പഠനത്തിൽ മത്സരിക്കുന്നത്, കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു പച്ച പരമാർത്ഥമാണ്. അവർ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് പകരം നിരന്തരം ശാസിക്കും. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം നിരന്തരമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തും. എന്നിട്ട് പറയും, നീ തോൽക്കും, നീ നോക്കിക്കോ, മാർക്ക് കുറഞ്ഞു പോകും, നീ നോക്കിക്കോ, അവർ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ നീ ലജ്ജിക്കും, നോക്കിക്കോ. കുഞ്ഞിന് പ്രഷർ കൂടുകയാണ്. വിചാരപ്പെട്ടിട്ട് ഈ കുഞ്ഞിന് ഉറക്കം നഷ്ടപ്പെടുകയാണ്. വിചാരപ്പെട്ട് ഈ കുഞ്ഞിന് ഏകാഗ്രത നഷ്ടപ്പെടുകയാണ്. വിചാരപ്പെട്ടിട്ട് ഈ കുഞ്ഞിന് ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽ തന്നെ ശരീരം മുഴുവൻ വിറയൽ അനുഭവപ്പെടുകയാണ്. വിചാരപ്പെട്ടിട്ട് ഈ കുഞ്ഞിന് ഒരു പാഠഭാഗം പോലും മനസ്സ് സമർപ്പിച്ച് പഠിക്കാൻ കഴിയുന്നില്ല. പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡാണ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഒരു പ്രഷറും ആ കുഞ്ഞിൻ്റെ മേൽ വരാതിരിക്കണം. അപ്പോൾ തന്നെ ആ കുഞ്ഞിന് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി വളരെ കൂടും. ഇത് എത്ര വട്ടം പറഞ്ഞാലും അമ്മമാർക്ക് മനസ്സിലാകില്ല. ഇതേ പ്രഷർ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാർ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, മക്കളോട് പഠിക്കാൻ പറയണ്ടേ അച്ഛാ? പറയണം, മക്കളോട് പഠിക്കാൻ പറയണം. പക്ഷേ പഠിക്കുക എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെയാക്കുകയും അവർക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി അവരോട് നിരന്തരം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല. സ്നേഹം കൊണ്ടാണെന്ന് അമ്മയ്ക്ക് തോന്നും. സത്യത്തിൽ അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അമ്മ രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന, അമ്മയ്ക്ക് മുമ്പ് കഴിയാതെ പോയതോ അമ്മ തോറ്റുപോയതോ ആയ മേഖലയിൽ അമ്മയ്ക്കുണ്ടായ മുറിവുകൾ മകളിലൂടെ മകനിലൂടെ പരിഹരിച്ചെടുക്കാനുള്ള അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ തത്രപ്പാടുകളാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനു വിചാരപ്പെടണം? മക്കളോട് പറയേണ്ടത് എന്താണെന്നറിയാമോ? ഒട്ടും ആശങ്കപ്പെടണ്ട.
സർവശക്തനായൊരു ദൈവമുണ്ട് നമുക്ക്. അവൻ അറിവിൻ്റെ ഭണ്ഡാരമാണ്, ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. ആ ദൈവത്തെ മുറുകെ പിടിക്കുക കുഞ്ഞ്. എന്നിട്ട് നീ ശാന്തമായിരുന്ന് പഠിച്ചോളൂ. നിനക്കുള്ളത് ആരും കൊണ്ടുപോകില്ല. നിനക്കുള്ള മാർക്ക് നിനക്ക് കിട്ടും. അതാണ് നിനക്ക് ദൈവം കരുതി വച്ചിട്ടുള്ളത്. നീ പരിശ്രമിച്ചാൽ മതി. പരിശ്രമിക്കാതെ ഇരുന്നിട്ട് ദൈവം സഹായിക്കുമെന്ന് നീ കരുതരുത്. നന്നായി പരിശ്രമിക്കുക. നിങ്ങൾക്കറിയാമോ, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും 100 മാർക്ക് വീതം കിട്ടാനുള്ള വകുപ്പുണ്ട്. ഒരു കുഞ്ഞിൻ്റെ മാർക്കെടുത്ത് മറ്റൊരു കുഞ്ഞിന് കൊടുക്കുന്ന പരിപാടി പരീക്ഷാ സിസ്റ്റത്തിലില്ല. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മാർക്ക് ഈ കുഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കില്ല. ഈ കുഞ്ഞിൻ്റെ മാർക്ക് മറ്റൊരു കുഞ്ഞോട്ട് കൊണ്ടുപോകത്തുമില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും 100 മാർക്കിന് അവകാശമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് മത്സരിക്കുന്നത്? എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടും, അതാരും എന്നിൽ നിന്ന് അപഹരിക്കില്ല. ചിലരുടെ വെപ്രാളം കണ്ടാൽ തോന്നുന്നത് ഈ കുഞ്ഞിൻ്റെ മാർക്ക് ആ കുഞ്ഞ് തട്ടിക്കൊണ്ടു പോകും, അതുകൊണ്ട് ആ കുഞ്ഞിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. അവളുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനേക്കാളും, അല്ലെങ്കിൽ ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനേക്കാളും 1 മാർക്ക് കൂടുതൽ മേടിച്ചാൽ അത് എൻ്റെ കുഞ്ഞിൻ്റെ മാർക്ക് മോഷ്ടിച്ചതാണ് എന്നൊരു ചിന്ത ഈ അമ്മമാരിൽ എവിടെ നിന്നാണ് വന്നത്? അങ്ങനെ തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റുന്ന സംഗതി അല്ലത്. 100 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 100 കുട്ടികൾക്ക് 100 മാർക്ക് വീതം കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് കിട്ടുക തന്നെ ചെയ്യും. കിട്ടാതെ പോയത് അർഹതയില്ലാത്തത് കൊണ്ട് കിട്ടാതെ പോയതാണ്. മറ്റൊരാൾക്ക് കിട്ടിയെങ്കിൽ അത് അവർക്ക് അർഹതയുള്ളത് കൊണ്ട് കിട്ടിയതാണ്. അവിടെ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ വിചാരപ്പെടൽ എന്ന സംഗതി ദൈവവിശ്വാസമില്ലാത്തിടത്ത് ഉടലെടുക്കുന്നതാണ്. ദൈവവിശ്വാസമില്ലാത്ത അമ്മമാരും ദൈവവിശ്വാസമില്ലാത്ത അപ്പന്മാരും ദൈവവിശ്വാസമില്ലാത്ത മക്കളും ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. കൂട്ടായ്മയ്ക്കൊക്കെ മുടങ്ങാതെ പോകുന്നുണ്ട്, പള്ളിയിൽ നിന്ന് വിട്ടുപിരിയാതെ നിൽക്കുന്നുണ്ട്, സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ സത്യമാണ്. ദൈവവിശ്വാസത്തിൻ്റെ കണിക അവരുടെ ജീവിതത്തിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ വിചാരപ്പെടൽ ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് പല അമ്മമാരും അങ്ങേയറ്റം ടെൻഷനിലാണ്. പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവരോട് പറയാം. സ്വാഭാവികമായും എൻ്റെ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോകുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മറ്റുള്ളവരോട് പറയാം. അത് നല്ല കാര്യമാണ്, മറ്റുള്ളവർ കൂടെ പ്രാർത്ഥിക്കും. പക്ഷേ ചില അമ്മമാർ വിളിക്കുമ്പോഴേ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങും. നിലവിളി കഴിഞ്ഞിട്ട് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിലവിളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത്, എൻ്റെ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ നാളെ പരീക്ഷ എഴുതാൻ പോവുകയാണ്, എനിക്കങ്ങ് സ്വസ്ഥതയില്ല അച്ഛാ, എൻ്റെ കുഞ്ഞിനും ഭയങ്കര ടെൻഷനാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. സത്യത്തിൽ ഈ അമ്മ വലിയൊരു അപകടകാരിയാണ്. ഈ അമ്മ സത്യത്തിൽ ദൈവവിശ്വാസത്തിൻ്റെ കണിക പോലും ജീവിതത്തിലില്ലാത്ത, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള അമ്മമാർ മക്കളെ പരീക്ഷയ്ക്ക് ഒരുക്കി വിട്ടാൽ ആ കുഞ്ഞിന് 100ൽ 80 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് 50ആയിട്ട് താണു പോകും. കാരണം ഈ അമ്മയാണ് ആ കുഞ്ഞിനെ ഏറ്റവും വലിയ കുഴപ്പത്തിലാക്കുന്നത്. ഈ അമ്മ ഇരുന്ന് ഈ നിലവിളിക്കുന്നതൊക്കെ കുഞ്ഞ് കാണുകയാണ്. കുഞ്ഞും കൂടെ നിലവിളിച്ചു പോകും. സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിൻ്റെ ടെൻഷൻ ഉച്ചസ്ഥായിയിലാകും. ഈ വിചാരപ്പെടുന്നതിനെക്കുറിച്ച് അത് അങ്ങനെ അരുത് എന്ന് കർത്താവ് യേശു മിശിഹ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വളരെ പ്രസക്തമായി കർത്താവ് പറഞ്ഞു വച്ചിട്ടുള്ളൊരു ഭാഗമാണത്. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ എന്ന് കർത്താവ് ചോദിച്ചിരിക്കുന്നു. ആഹാരത്തെക്കുറിച്ച് വിചാരപ്പെടുന്നവരും ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നവരുമായ ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള വിചാരപ്പെടൽ ഈ കാലഘട്ടത്തിലും ധാരാളം പേർക്കുണ്ട്. നാളെ എന്ത് കഴിക്കും, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ധരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. എന്നാൽ ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസവും കഷ്ടതയുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇത് വളരെ പ്രസക്തമായിരുന്ന സംഗതിയാണ്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഭാരതം വലിയ പട്ടിണിയിൽ വീണുപോയൊരു കാലമുണ്ടായിരുന്നു. റേഷൻ കടയിൽ നിന്ന് തുണി കിട്ടിയിരുന്ന ഒരു കാലം, റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയിരുന്ന കാലം, പുറത്ത് എവിടെ നിന്നും അരി കിട്ടാതിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഈ കേരളത്തിലും ഈ ഭാരതത്തിലുമൊക്കെ. അന്നൊക്കെ ഇത് വളരെ പ്രസക്തമായിരുന്നു. വിചാരപ്പെടരുത് എന്ന് കർത്താവ് വ്യക്തമായി ഇവിടെ പറയുകയാണ്. എന്നിട്ട് ഒടുവിൽ പറഞ്ഞത്, ആഹാരത്തേക്കാൾ ജീവൻ വലുതാണെന്നും ഉടുപ്പിനേക്കാൾ ശരീരം വലുതാണെന്നും നിങ്ങൾ അറിയാതെ പോകുന്നത് എന്ത് എന്നാണ്. ആഹാരത്തെക്കുറിച്ചല്ല വിചാരപ്പെടേണ്ടത്, ജീവനെക്കുറിച്ചാണ്.
ഉടുപ്പിനെക്കുറിച്ചല്ല വിചാരപ്പെടേണ്ടത്, ശരീരത്തെക്കുറിച്ചാണ്. ജീവനെക്കുറിച്ച് വിചാരപ്പെടാത്തവർ ആഹാരത്തെക്കുറിച്ച് വിചാരപ്പെടുന്നതിൽ യുക്തി എന്താണ്? ശരീരത്തെക്കുറിച്ച് വിചാരപ്പെടാത്തവർ വസ്ത്രത്തെക്കുറിച്ച് വിചാരപ്പെടുന്നതിൽ യുക്തി എന്താണെന്നൊരു മറുവായന കൂടെ ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ജീവനെക്കുറിച്ച് വിചാരപ്പെടണം. ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആഹാരത്താൽ നിലനിർത്തപ്പെട്ടു വരുന്ന ജീവനെക്കുറിച്ചല്ല ഇവിടെ കർത്താവ് സൂചിപ്പിച്ചിട്ടുള്ളത്. നിൻ്റെ ഉള്ളിലെ ജീവൻ അത് ദൈവം നിനക്ക് തന്നതാണ്. ആ ജീവനാണ് പ്രധാനം. അത് ദൈവത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവനാണ്. ദൈവം നിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് ജീവനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് ജീവൻ. നീ ആ ജീവനെക്കുറിച്ച് ബോധമുള്ള വ്യക്തിയായിരിക്കണം. അതിനെക്കുറിച്ചാണ് വിചാരപ്പെടേണ്ടത്. എൻ്റെ ജീവൻ എനിക്ക് നഷ്ടപ്പെടരുത്, എനിക്ക് ദൈവത്തെ നഷ്ടപ്പെടരുത്, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ചേർത്ത് പിടിക്കണം, ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കണം. അപ്പോഴെൻ്റെ ആഹാരത്തിനുള്ളത് എൻ്റെ തമ്പുരാൻ കരുതിക്കൊള്ളും. ഇതേ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിന്നൊന്നും വിചാരപ്പെടേണ്ട, എല്ലാം അവൻ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്ന് 33-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശരീരം അത് ദൈവത്തിൻ്റെ ആലയമാണ്. മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരത്തെ പൊതിയുന്ന വസ്ത്രത്തേക്കാൾ പ്രാധാന്യം ഈ ശരീരത്തിനുണ്ട്. ഈ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം, ഈ ശരീരത്തെ നിർമ്മലതയിൽ സൂക്ഷിക്കണം, ഈ ശരീരത്തിൽ ദൈവം വസിക്കുന്നുവെന്ന ബോധമുണ്ടാകണം, ഇത് ദൈവത്തിൻ്റെ ആലയമാണെന്ന കാഴ്ചപ്പാടുണ്ടാകണം. അതിനെക്കുറിച്ച് അത് കളങ്കപ്പെടുന്നു എങ്കിൽ നാം വിചാരപ്പെടണം. സത്യത്തിൽ നമ്മുടെ ജീവനെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും വിചാരപ്പെടാതെ അതിനെ പരിപോഷിപ്പിക്കുന്ന ആഹാരത്തെക്കുറിച്ചോ അതിൻ്റെ വസ്ത്രത്തെക്കുറിച്ചോ നാം വിചാരപ്പെടുന്നുവെങ്കിൽ ഭൗതിക ജീവനെക്കുറിച്ചോ നശിച്ചു പോകുന്ന ശരീരത്തെക്കുറിച്ചോ അല്ല ഇവിടെ പറഞ്ഞത്. ആത്മീക ജീവനെക്കുറിച്ചും ദൈവാലയമാകുന്ന ശരീരത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിചാരപ്പെടേണ്ട ആവശ്യമില്ല, വിചാരപ്പെട്ടിട്ട് കാര്യമില്ല, വിചാരപ്പെട്ടതുകൊണ്ട് ഒന്നും നേടാനുമില്ല. കർത്താവ് ചോദിക്കുന്നുണ്ട്, വിചാരപ്പെട്ടതുകൊണ്ട് തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ ആർക്കാണ് കഴിയുക? നിങ്ങളുടെ തലയിലെ മുടിനാരിഴകൾ പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നുവല്ലോ. അവയിലൊന്ന് പൊഴിയണമെങ്കിൽ മറ്റൊന്ന് കിളിർക്കണമെങ്കിൽ ദൈവം അറിയാതെ അത് സംഭവിക്കുന്നില്ല. ഇങ്ങനെ വ്യക്തമായി നമ്മുടെ കർത്താവ് സംസാരിച്ചിരിക്കുമ്പോൾ നാം എന്തിനാണ് പ്രിയപ്പെട്ടവരെ ആശങ്കപ്പെടുന്നത്? ഇതേ അധ്യായത്തിലെ 34-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ കർത്താവായി യേശുമിശിഹാ ഇങ്ങനെ ഒരു പാഠം പറയുന്നുണ്ട്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി തന്നെ വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തെ അന്നന്നത്തെ ദോഷം മതി. നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നു, അതാണ് കുറേ ആളുകളുടെ വിചാരപ്പെടൽ. ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുക. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ട് ജീവിതം തന്നെ ദുസ്സഹമായി തീരുകയാണെന്ന് പല മാതാപിതാക്കൾക്കും. ആ കുഞ്ഞിനെ LKGയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ മുതൽ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഈ അപ്പൻ്റെ അമ്മയുടെ തലയിൽ കയറി കൂടുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കോഴ കൊടുത്ത് ഏറ്റവും വലിയ പള്ളിക്കൂടത്തിൽ തൻ്റെ കുഞ്ഞിന് ഒരു സീറ്റ് ഒപ്പിക്കുകയാണ്. കുഞ്ഞിൻ്റെ കപ്പാസിറ്റിയൊന്നും മാതാപിതാക്കൾ പലപ്പോഴും പരിശോധിക്കുന്നില്ല. ഞാനിങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ബുദ്ധി കുറഞ്ഞവരും ബുദ്ധി കൂടിയവരുമുണ്ട്. പഠിക്കാൻ കഴിവ് ഏറെയുള്ളവരും പഠിക്കാൻ കഴിവ് കുറഞ്ഞവരുമുണ്ട്. പഠിക്കാൻ കഴിവ് കുറഞ്ഞവർ മോശക്കാരാണെന്നും കഴിവ് കൂടിയവർ വലിയ മിടുക്കന്മാരാണെന്നും അല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. എല്ലാവർക്കും അവരവരുടെ ടാലൻ്റ് അനുസരിച്ച് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പരീക്ഷയിൽ തോറ്റവരും സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമാണ് ലോകം കണ്ട അഗ്രഗണ്യരായ ശാസ്ത്രജ്ഞന്മാരിൽ പലരുമെന്ന് നമ്മൾ ഇതുവരെ തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് ആരെയും എഴുതി തള്ളേണ്ടതില്ല. ഏറ്റവും വലിയ പള്ളിക്കൂടത്തിൽ എൻ്റെ കുഞ്ഞ് പഠിച്ച് ലോകത്തറിയപ്പെടുന്ന ഒരാളായി തീരണമെന്ന് വിചാരിച്ച് തൻ്റെ വസ്തുവകയിൽ പാതി വിറ്റ് തൻ്റെ കുഞ്ഞിനെ പ്രദേശത്തുള്ള ഏറ്റവും വലിയ പള്ളിക്കൂടത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സ്കൂളിൽ LKG മുതൽ പഠിപ്പിച്ച മാതാപിതാക്കളെക്കുറിച്ച് എനിക്കറിയാം. എന്നാൽ ആ കുഞ്ഞ് പഠിച്ചു, അതിൻ്റെ പ്രഷറൊക്കെ വെച്ച് ആ കുഞ്ഞ് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ മലയാളം മീഡിയം പള്ളിക്കൂടത്തിലേക്ക് മാറുകയാണ്, എനിക്ക് പൊളിറ്റിക്സ് പഠിക്കാനാണ് താല്പര്യം, ഞാൻ സയൻസ് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല, മാത്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എനിക്ക് ചരിത്രം പഠിക്കണം, അതുപോലെ തന്നെ അതിനോടനുബന്ധമായ മറ്റു കാര്യങ്ങളും പഠിക്കണം, അതാണ് എൻ്റെ ഹാബിറ്റ്. മാതാപിതാക്കൾക്ക് പഞ്ചപുച്ഛമടക്കി നിൽക്കാനല്ലാതെ കഴിഞ്ഞില്ല.
അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടെങ്കിലും അവർ ആകെ അസ്വസ്ഥരായി എങ്കിലും അവരുടെ കുഞ്ഞിൻ്റെ തീരുമാനം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് ജീവിതത്തിൽ തോറ്റുപോയില്ല. ആ കുഞ്ഞ് അവൻ്റെ ലക്ഷ്യം മനസ്സിലിട്ടുകൊണ്ട് പഠിച്ചു. അവൻ നല്ല ഒരു അഡ്വക്കേറ്റായിട്ടാണ് പിന്നീട് ചരിത്രത്തിൽ പുറത്തു വന്നത്. അവനെ സംബന്ധിച്ച് അവൻ്റെ കരിയർ അവൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. മാതാപിതാക്കളുടെ സ്വപ്നം ഒരുപക്ഷെ അവനൊരു ഡോക്ടറാക്കണമെന്നോ IAS കാരനാക്കണമെന്നോ IPS കാരനാക്കണമെന്നോ അതല്ലെങ്കിൽ അതിനേക്കാൾ വലുതാക്കണമെന്നോ ഒക്കെ ആയിരുന്നു. പക്ഷേ അവൻ കണ്ടെത്തിയ കരിയറിൽ അവൻ നന്നായിട്ട് ശോഭിക്കുന്നുണ്ട് ഇപ്പോഴും. നാം തിരിച്ചറിവിലേക്ക് എത്തേണ്ട ഒരു കാര്യം, അനാവശ്യമായി നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നത് ദൈവവിശ്വാസമില്ലാത്തവരുടെ ശീലമാണ്. വെറുതെ ആശങ്കപ്പെടുക. എന്തുമാത്രം ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഈ ആശങ്ക കൊണ്ട് മനോരോഗികളായി മാറിയിട്ടുള്ളത്. വെറുതെ ആളുകൾ അസ്വസ്ഥരാവുകയാണ്. ചില ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ബുദ്ധി വികാസം കൊടുത്തിട്ടില്ല. സാധാരണ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയോ അറിവോ കഴിവോ അവർക്കില്ല. പക്ഷേ പല മാതാപിതാക്കളും ഇന്ന് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. എൻ്റെ കുഞ്ഞ് എല്ലാവരുടെയും കുഞ്ഞിനെപ്പോലെ ഒരു കുഞ്ഞായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി അവരിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഈ കുഞ്ഞിനെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം എത്തിക്കാൻ വേണ്ടി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ അത്യധ്വാനം ചെയ്യിക്കുകയാണ്. സാധാരണ കുട്ടി മനസ്സിലാക്കുന്നത് പോലെ സംഭവങ്ങൾ ഗ്രഹിക്കാൻ ഈ കുഞ്ഞിന് കഴിയുന്നില്ല. അക്ഷരം എഴുതിച്ചാൽ ആ കുഞ്ഞിന് ആ അക്ഷരം അതുപോലെ എഴുതാനായിട്ട് കഴിയുന്നില്ല. ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് ആ കുഞ്ഞ് പഠിക്കേണ്ടത് എന്ന് മാതാപിതാക്കൾ അംഗീകരിക്കാൻ തയ്യാറല്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് ഏത് ഡോക്ടറെ കണ്ടാലും ഡോക്ടർ പറയും ഈ കുഞ്ഞിനെ ഒരു സ്പെഷ്യൽ സ്കൂളിലാക്കുക. ഇതിന് നോർമലായിട്ടുള്ള കുഞ്ഞല്ല, പ്രത്യേകതയുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ് ഈ കുഞ്ഞിന് വേണ്ടത്. പക്ഷേ മാതാപിതാക്കൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അങ്ങനൊരു പള്ളിക്കൂടത്തിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ചേർത്താൽ ആ കുഞ്ഞിനെക്കുറിച്ച് സമൂഹം എന്ത് പറയും, ഞങ്ങളെക്കുറിച്ച് സമൂഹം എന്ത് പറയും? അവിടെ ആ കുഞ്ഞിനെ തരിമ്പും സ്നേഹിക്കുന്നില്ലവർ. അതുകൊണ്ട് ആ കുഞ്ഞിനെ സാധാരണ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും പ്രഷർ കൊടുക്കുകയാണ്. അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രഷർ കൊടുക്കുകയാണ്. ആ കുഞ്ഞ് പരീക്ഷ ജയിക്കണമെന്നവർ നിർബന്ധിക്കുകയാണ്. അതിനുവേണ്ടി അവർ അനേകം പേരോട് പ്രാർത്ഥന ചോദിച്ച് പ്രഷർ ഇടുകയാണ്. എന്ത് ഈ കുഞ്ഞിൻ്റെ ഉള്ള അവസ്ഥ മനസ്സിലാക്കാത്തത്? ഇനിയും ചില മാതാപിതാക്കൾ കുറേ കൂടെ തന്ത്രപരമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ സ്റ്റാറ്റസിനൊത്തവണ്ണം വളരില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചില സ്പെഷ്യൽ സ്കൂളുകളുടെ സംരക്ഷണത്തിൽ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും അവർ ആരോടും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, തമസ്കരിച്ച് കളയുകയാണ്. അപ്പോൾ തന്നെ ഇത്തരം സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞുങ്ങളെ മറ്റു മക്കളെക്കാളധികം സ്നേഹിക്കുന്ന, മറ്റു മക്കളെക്കാളധികം കരുതുന്ന, മറ്റു മക്കളെക്കാളധികം എവിടെയും പ്രൊജക്റ്റ് ചെയ്യുന്ന ചില മാതാപിതാക്കളെയും ഈ നാളുകളിൽ എനിക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവരെവിടെ പോയാലും, ഏത് പാർട്ടിക്കോ വിരുന്നിനോ എന്താവശ്യത്തിന് പോയാലും ഈ കുഞ്ഞിനെ അവർ അണിയിച്ചൊരുക്കി കൂടെ കൊണ്ടുപോകും. വായിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ടാകും. ആ കുഞ്ഞിൻ്റെ സംസാരം ആർക്കും മനസ്സിലാകുന്നുണ്ടാകില്ല. ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ രൂപം പോലും സാധാരണ മനുഷ്യരുടെ രൂപമല്ലായിരിക്കും. പക്ഷേ വലിയ അഭിമാനത്തോടെ തങ്ങളുടെ കുഞ്ഞിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുത്തുന്ന, ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന, സ്നേഹിക്കുന്ന, വാത്സല്യിക്കുന്ന, കരുതുന്ന ചില മാതാപിതാക്കളെ കാണുവാനിടയായിട്ടുണ്ട്. അവർ ദൈവത്തെ കണ്ടവരാണ്. അവർ തങ്ങളുടെ കുഞ്ഞിൽ ദൈവത്തെ ദർശിക്കുന്നവരാണ്. അവർ യഥാർത്ഥ ദൈവവിശ്വാസികളാണ്. അവർ യഥാർത്ഥ ഭക്തരാണ്. അവർ സ്വർഗത്തിന് അവകാശം നേടിയവരാണ്. അവർ നീതിമാന്മാരാണ്. മറിച്ച് എന്തെങ്കിലും വൈകല്യങ്ങളോ കുറവുകളോ ഉള്ള മക്കളെ അവരുടെ സ്റ്റാറ്റസിൻ്റെ പേരിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉപേക്ഷിച്ച് കളയുന്ന മാതാപിതാക്കൾ കിരാതന്മാരും പൈശാചികന്മാരും അഹങ്കാരികളും നിഗളികളും ദൈവത്തോട് മത്സരിക്കുന്നവരും ദൈവവിശ്വാസത്തിൻ്റെ കണിക ജീവിതത്തിൽ ഇല്ലാത്തവരും നരകാവകാശികളുമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. വാക്കുകൾക്ക് മൂർച്ചയുണ്ട്, സത്യമാണ്. പക്ഷേ ചില പച്ച പരമാർത്ഥങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ചിലർ ഇങ്ങനെ വരുമ്പോൾ ദൈവത്തെ അങ്ങ് പഴി പറയാനായിട്ട് തുടങ്ങും. എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നത്? പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു കുഞ്ഞിനെ ആർക്കെങ്കിലും ദൈവം കൊടുത്തെങ്കിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണത്. ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ അവരുടെ ജീവിതം ധന്യമായി തീരുമെന്ന്, അവർ ദൈവസേവ ചെയ്യുന്നുവെന്നവർ ബോധ്യപ്പെടുമെന്ന് കണ്ടിട്ട് ദൈവം കൊടുക്കുന്നതാണ്. എന്നാൽ പലർക്കും അത് കഴിയുന്നില്ല. ഇങ്ങനെ വളരെ സ്പെഷ്യലായ ഒരു കുഞ്ഞിനെ വളർത്തിയ ഒരമ്മയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞിനെ അമ്മ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കരുതലോടും കൂടി പോറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞ്
ഏതാണ്ട് 14-15 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ആ കുഞ്ഞ് മരിച്ച വാർത്ത അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മ ആശ്വാസത്തോടെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. സാധാരണ കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകാത്ത ഒരു ഭാവമാണ് ഈ അമ്മയിൽ. അപ്പോൾ ഞാൻ അമ്മയുടെ അരികെ ചെന്ന് ചോദിച്ചു, ഈ കുഞ്ഞിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുമ്പോൾ അമ്മ എന്താണ് പറയുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി, അച്ചോ, ഇന്നൊരു പക്ഷേ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഭാഗ്യവതിയായ അമ്മ ഞാനാണ്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ കുഞ്ഞ് കളങ്കം പറ്റാത്തൊരു കുഞ്ഞാണ്, വിശുദ്ധനായൊരു കുഞ്ഞാണ്, നീതിമാനായൊരു കുഞ്ഞാണ്, മാലാഖയേക്കാൾ പരിപാവനനായൊരു പൈതലാണ്. ഇത്തരമൊരു കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി വളർത്താൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. മാത്രമല്ല ഈ കുഞ്ഞ് എനിക്ക് തന്ന ഓരോ ചുംബനങ്ങളും ദൈവം എനിക്ക് തന്ന ചുംബനങ്ങളായിട്ടാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കുഞ്ഞിന് ഞാൻ കൊടുത്ത ഓരോ ചുംബനങ്ങളും എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുത്ത ചുംബനങ്ങളായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ കുഞ്ഞിപ്പോൾ പോയിരിക്കുന്നത് ദൈവസന്നിധിയിലേക്കാണ്. കളങ്കം പറ്റാത്തൊരു മാലാഖയെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊടുപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നല്ലോ അച്ഛാ. എന്നെപ്പോലെ ഭാഗ്യവതിരെ അമ്മ ഈ ലോകത്ത് വേറെ കാണുമോ എന്ന് ആ അമ്മ ചോദിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ ജീവിതത്തിൽ വെറുതെ വിചാരപ്പെടുന്നവരാണ്. കഴിവ് ദൈവം നൽകിയവരാണ് കൂടുതൽ വിചാരപ്പെടുന്നത്. ഒരു വിചാരപ്പെടലിനും കാര്യമില്ല. ഇന്നൊരവസരം നഷ്ടപ്പെട്ടെങ്കിൽ നാളെ അതിലും നല്ലൊരു അവസരം നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു വയ്ക്കും. ഇന്ന് ചില സാധ്യതകളുടെ വാതിൽ അടഞ്ഞു പോയെങ്കിൽ അതിലും നല്ല സാധ്യതകളുടെ വാതായനങ്ങൾ ദൈവം നാളെ തുറന്നു വയ്ക്കും. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ദൈവമക്കൾ വിചാരപ്പെടരുത്. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്, ആഹാരത്തെക്കുറിച്ച് വിചാരപ്പെടരുത്, വസ്ത്രത്തെക്കുറിച്ച് വിചാരപ്പെടരുത്, ജോലിയെക്കുറിച്ച് വിചാരപ്പെടരുത്, വീടിനെക്കുറിച്ച് വിചാരപ്പെടരുത്, മക്കളെക്കുറിച്ച് വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും ദൈവമക്കൾ വിചാരപ്പെടരുത്. വിചാരപ്പെടേണ്ട കാര്യം ദൈവമക്കൾക്കില്ല. സ്നേഹമുള്ളൊരപ്പൻ എനിക്കുണ്ടെങ്കിൽ, സ്നേഹമുള്ളൊരമ്മ എനിക്കുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വിചാരപ്പെടേണ്ട കാര്യമില്ല. എല്ലാ കാര്യവും എനിക്ക് വേണ്ടി ചെയ്യുവാൻ എൻ്റെ മാതാപിതാക്കൾ കരുത്തരാണ്. അവരെനിക്ക് വേണ്ടി അത് ചെയ്യും. ആ നിഷ്കളങ്കതയാണ് ഒരു ദൈവ പൈതലിന് വേണ്ടത്. ഇവിടെയാണ് കർത്താവ് പറഞ്ഞ വേറൊരു പാഠം നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത്. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയിത്തീരുക. ശിശുക്കളുടെ പ്രത്യേകത എന്താ? യാതൊരു ടെൻഷനും ഇല്ല, ഒരു വിചാരപ്പെടലുമില്ല, ഒന്നിനെക്കുറിച്ചും അവർക്ക് ആങ്സൈറ്റി ഇല്ല. ശിശുക്കൾ എല്ലാം ഇപ്പോഴും തൃപ്തരാണ്. ചിരിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് മറ്റുള്ളവർക്ക് കൂടെ ആനന്ദം പകർന്നുകൊണ്ട് അവർ ജീവിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും അവർ വിചാരപ്പെടുന്നില്ല. ആകാശത്തിലെ പറവകൾ നോക്കുക, അവയ്ക്ക് വിചാരമില്ല. കാരണം അവയ്ക്കറിയാം ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടത് കരുതിക്കൊള്ളുമെന്ന്. വയലിലെ താമരകൾ നോക്കുക, എന്തുമാത്രം മനോഹാരിതയോടുകൂടിയാണ് അത് പുഞ്ചിരി തൂക്കി നിൽക്കുന്നത്. വൈകിട്ട് പൊഴിഞ്ഞു പോകാനുള്ളതാണ്. ഒരു വിചാരപ്പെടലും അതിനില്ല. പ്രിയപ്പെട്ടവരെ, വിചാരപ്പെടുന്നത് ദൈവവിശ്വാസമില്ലായ്മയുടെ, സ്വയം ദൈവമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ, ഉള്ളിലുള്ള അഹന്തയുടെ, മത്സര മനോഭാവത്തിൻ്റെ, എല്ലാവരെയും തോൽപ്പിക്കണമെന്ന കുടില ചിന്തയുടെ, എല്ലാറ്റിനും മുമ്പിലെത്തണമെന്ന കുടില മാർഗത്തിൻ്റെ സ്വഭാവ വെളിപ്പെടലാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ മക്കൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല, വിചാരപ്പെടുവാൻ കാര്യമില്ല. ദൈവം മതിയായവനാണ്. അവൻ നമുക്ക് വേണ്ടി കരുതും. അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ സകല ആകുല ചിന്തകളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവമക്കളോട് വളരെ വ്യക്തമായി ദൈവവചനം പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി വീണ്ടും നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് മധുരമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വല്ലാതെ വന്നുപെട്ടിട്ടുള്ള ആശങ്ക എന്ന ഒരു സംഗതി, അനാവശ്യമായ ആങ്സൈറ്റി, എപ്പോഴുമുള്ള ആകുലത, എപ്പോഴുമുള്ള വിചാരപ്പെടൽ, അതിനൊരു കാര്യവുമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന്. ഒരാൾ വെറുതെ വിചാരപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തി ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വിചാരപ്പെടുന്നതെന്ന് വലിയൊരു പാഠം കൂടെ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞങ്ങളീ കേട്ട ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിപ്പാൻ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ജ്വലിപ്പിക്കുവാൻ, ഞങ്ങളുടെ ആശ്രയത്വ ബോധത്തിൽ അടിയുറച്ച് കർത്താവിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ,
എല്ലാ വിചാരങ്ങളും കർത്താവിൽ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥരും ശാന്തരുമായിരിക്കാൻ, എല്ലാം മറന്ന് ശാന്തമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടുവാൻ മുഖാന്തിരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വിനയത്തോടെ ഞങ്ങളെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Bye.